ഈ കേരള അഗ്രോ ഫുഡ് പ്രദർശന വിൽപ്പന മേളയിൽ പങ്കെടുക്കാൻ ഞാനിവിടെ വന്നത് യാദർശികമായിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഈ ഈ ഈ സംരംഭം ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം നൂറിലധികം ഇത്തരം ഈ നമ്മുടെ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിക്കുന്ന ആ ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്തുന്നതുമായിട്ടാണ് ഞാനിവിടെ കണ്ടത്. വളരെ ചിട്ടയായ രീതിയിൽ, വളരെ ഭംഗിയായി, വളരെ ഗുണമേന്മയോടുകൂടി തന്നെയാണ് ഈ ഉൽപ്പന്നങ്ങൾ പല ചെറുകിട സംരംഭകരും ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്നുള്ള ഫാഷൻ ഫ്രൂട്ട്സിൻ്റെ അവിടെ അവർ തന്നെ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്ത് അതിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, പല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് മന്ത്ര എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവരും ഇത്തരത്തിൽ അരിയും അതുപോലെ തന്നെ മില്ലറ്റ് അടക്കമുള്ള വസ്തുക്കൾ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറേ ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിൽ ഉള്ള ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള, അതായത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ, വളരെ രുചികരമായ രീതിയിൽ, പഞ്ചസാര ഇല്ലാത്ത രീതിയിലുള്ള ബിസ്ക്കറ്റുകൾ അടക്കം നമ്മുടെ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെ, അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പല ഉൽപ്പന്നങ്ങളും പലരും അറിയാതെ പോകുന്നതായിട്ടാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. ഞാനിപ്പോൾ കടന്നു വന്നപ്പോൾ ഇവിടെ ഒരു വലിയ പബ്ലിക് പാർട്ടിസിപ്പേഷൻ അല്ല ഞാൻ കണ്ടത്. ഇവിടെ വന്നത് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇതെന്താണെന്ന് മനസ്സിലാക്കാനും എനിക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ വന്നിട്ടുള്ളത്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും പലതരത്തിലുള്ള, കാരണം ബാങ്കിൻ്റെ അടക്കമുള്ള ഒരുപാട് സഹായങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് അത് പബ്ലിക്കിന് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പരിപാടി തന്നെ വ്യവസായ കേന്ദ്രം അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് നടപ്പിലാക്കിയ ഇപ്പോൾ ഈ ചാക്കോളാസ് കൺവെൻഷൻ സെൻറ്ററിൽ കളമശ്ശേരിയിൽ നടന്ന ഈ ഫെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. എന്തായാലും ഇത്തരം ഒരു സംരംഭം ഇവിടെ നടത്താനായിട്ട് ശ്രമിച്ച സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യവസായ വകുപ്പിനെയൊക്കെ പ്രത്യേകം അഭിനന്ദനം നൽകുന്നു. നമസ്കാരം, എൻ്റെ പേര് മനോജ്. എൻ്റെ വൈഫാണ് സുനിത മനോജ്. ഞങ്ങളുടെ സ്ഥാപനം പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയാണ്. മഗാറ്റ വെഞ്ചേഴ്സ് LLP എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. LLPയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ബ്രാൻഡാണ് സ്പൈസ് ഫ്ലേവേഴ്സ് എൻറിച്ച് എന്നുള്ളത്. പ്രധാനമായിട്ടും ഞങ്ങളുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് സ്പൈസസ്, റോ സ്പൈസസ്, കറി പൗഡേഴ്സ്, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഓഫ് മില്ലറ്റ്സ് ആൻഡ് റൈസ്. കർഷകരെ സപ്പോർട്ട് ചെയ്ത് കർഷകരിൽ നിന്നും നേരിട്ട് സാധനങ്ങൾ എടുക്കുക എന്നുള്ള ഒരു പോളിസിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള പെസ്റ്റിസൈഡ്സും അതുപോലെ രാസവളങ്ങൾ ഉപയോഗിക്കാത്ത പ്രൊഡക്ട്സ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാം ടെസ്റ്റഡ് ആണ്. നമ്മൾ ഒരു വർഷം മുന്നേ ഫാർമേഴ്സിന് ഞങ്ങൾ ഉറപ്പ് കൊടുക്കും, കോൺട്രാക്ട് കൊടുക്കും. പിന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിലും ഞങ്ങളുടെ നിരീക്ഷണത്തിലും ആയിരിക്കും ആ ഒരു ഫാർമേഴ്സ് എല്ലാം ഉണ്ടാവുക. ഞങ്ങൾക്കിപ്പോൾ പട്ടാമ്പി തൊട്ട് കായംകുളം വരെ ഞങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യാൻ തയ്യാറായിട്ടുള്ള കർഷക സുഹൃത്തുക്കൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ലൈഫ് പാർട്ട്നേഴ്സ് ആയിട്ട് ഈ ലോകത്തിന് മുന്നിൽ അറിയപ്പെടുക എന്നുള്ളതാണ്. അതായത് നല്ല രീതിയിൽ പ്രൊഡക്ട്സ് കൊടുത്ത്, ക്വാളിറ്റിയോട് കൂടിയ പ്രൊഡക്ട്സ് കൊടുത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ലൈഫിന്റെ ക്വാളിറ്റി കൂട്ടുക. അതുമൂലം ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഞങ്ങളുടെ ലൈഫിന്റെ ക്വാളിറ്റിയും ഞങ്ങളുടെ ഒപ്പമുള്ള സ്റ്റാഫിന്റെ ആയാലും ഞങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ ആയാലും ഞങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ആയാലും ക്വാളിറ്റി കൂട്ടി ഒരു ലൈഫിൽ നല്ലൊരു അർത്ഥവത്തമായ ജീവിതം, ആരോഗ്യപൂർണ്ണമായ ജീവിതം എല്ലാവർക്കും പ്രദാനം ചെയ്തുകൊണ്ട് ഒരു ലെഗസി ആയിട്ട് പാലക്കാട് ജില്ലയിലെ ചെറിയ ഗ്രാമത്തിൽ നിന്നും അറിയപ്പെടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റ് ആണ് റോസ്റ്റഡ് റാഗി പൗഡർ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു മൾട്ടി പർപ്പസ് റാഗി പൊടിയാണ്. ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കാം, നൂലപ്പം ഉണ്ടാക്കാം, അതുപോലെ തന്നെ പിന്നെന്താണ് പുട്ടുണ്ടാക്കാം, പിന്നെ സ്മൂത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ ഘടനയും ഇതുണ്ടാക്കുന്ന രീതിയും അതുപോലെ തന്നെയാണ്. ഇതിന്റെ റോ മെറ്റീരിയൽ ആണ് ഈ കാണുന്നത്. ഇതിന്റെ ഒരു
ഇത് നമുക്ക് രുചിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഇത് വരുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്ന അട്ടപ്പാടി ഫാർമേഴ്സ്, തൂത്തുക്കുടിയിൽ നമുക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഫാർമേഴ്സ് ഉണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. വളരെ അഭിമാനപൂർവ്വം എനിക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്പൈസ് നാടൻ മഞ്ഞൾപ്പൊടി. ഞങ്ങൾ ഈ നാടൻ എന്നുള്ള പേര് ഇംഗ്ലീഷിൽ തന്നെ എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാടിന്റെ പ്രൊഡക്റ്റാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ വന്യമൃഗ ശല്യം കൂടുതലുണ്ടായപ്പോൾ ഞങ്ങൾ കർഷകരെല്ലാവരും തീരുമാനിച്ചു മഞ്ഞൾ കൃഷി ചെയ്യാമെന്ന്. മഞ്ഞൾ കൃഷി ചെയ്ത് നമ്മൾ പൊടിച്ച് എടുത്തതിന് ശേഷമാണ് കുർക്കുമിൻ നമ്മൾ ടെസ്റ്റിന് വിട്ടത്. നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമുക്ക് കുർക്കുമിൻ 6.8 നമുക്ക് ഈ ഒരു മഞ്ഞളിന് കിട്ടി. അതിനുശേഷം ഞങ്ങൾ നാടൻ മഞ്ഞളിന് പ്രതിവേരിയിലേക്ക് കടന്നു. ഇപ്പോൾ 2 വേരിയന്റ് നമുക്ക് വരുന്നുണ്ട്. ഓണാട്ടുകര പ്രദേശത്താണ് പ്രധാനമായിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കായംകുളത്ത് കൃഷി ചെയ്യുന്നത്. ആൻഡ് വി എക്സ്പെക്ട് റീസെന്റ് ടെസ്റ്റിൽ എന്തായാലും ഒരു 7.5 കുർക്കുമിൻ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആൾറെഡി ഞങ്ങൾക്ക് 6.8 കിട്ടുന്നുണ്ട്. നാടൻ മഞ്ഞപ്പൊടി ഡയറക്റ്റ് പാലിൽ കലക്കി കുടിക്കാം, കറികളിൽ ഉപയോഗിക്കാം, എല്ലാ തരത്തിലും നമുക്കിത് ഉപയോഗിക്കാം. അത്രയ്ക്ക് ശുദ്ധമാണ്. ഏത് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയാലും പൂർണ്ണത കൈവരില്ല. കാരണം ഇത് നമ്മുടെ അമ്മമാരുടെ കൂട്ടാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു കൂട്ടാണ് സ്പൈസ് സാമ്പാർ പൊടി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കായം വരെ നമുക്ക് വേണ്ടി മാത്രം തയ്യാറാക്കുന്നതാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റും ഹൈ ക്വാളിറ്റി ഹൈജീനിക് ആയിട്ട് തയ്യാറെടുത്ത് വരുന്നതാണ്. എല്ലാം ശരിയായ രീതിയിൽ വറുത്ത് അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ശേഷം മാത്രമാണ് ഇത് പൊടിക്കുന്നത്. ഒരു സാധാരണ മുളകല്ല നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മുളകുകളും അതുപോലെ തന്നെ കാശ്മീരി മുളക്, ഇത്തരത്തിലുള്ള കുറച്ച് പ്രൊഡക്ട്സാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. വളരെയധികം മൂവ്മെന്റ് ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലുടനീളം തന്നെ ഞങ്ങൾക്ക് നന്നായി കസ്റ്റമേഴ്സിന്റെ ഇടയിൽ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്പൈസ് സാമ്പാർ പൊടി. ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി, വേറെ ഒരു പൊടിയും ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ spicestore.com വഴി കിട്ടും. പിന്നെ ഞങ്ങളുടെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാട്സപ്പ് നമ്പറുണ്ട് 6282713343. ഉടൻ തന്നെ വിത്തിൻ 2-3 മന്ത്സ് നമ്മൾ തിരുവനന്തപുരം അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഡൽഹി ഈ 3 ഇടങ്ങളിലും ഞങ്ങളുടെ സ്റ്റോറുകൾ വരുന്നതാണ്. പ്രീമിയം സൂപ്പർ മാർക്കറ്റുകളിൽ 3 വേരിയൻസ് ആയിട്ട്, അതായത് പ്രീമിയം കാറ്റഗറി, അൾട്രാ പ്രീമിയം കാറ്റഗറി, ബെഞ്ച് മാർക്ക് സീരീസ് എന്നുള്ള പേരിൽ കൂടുതൽ പ്രൊഡക്ട്സുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പേര് സീനത്താണ്. കളമശ്ശേരിയിലാണ് കളമശ്ശേരി പത്തടിപ്പാലമാണ് എൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ പേര് അർബൻ ടേസ്റ്റി. 2022 സ്റ്റാർട്ട് ചെയ്തു. 4 വർഷം കഴിഞ്ഞു. ഇന്ന് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നു. എക്സ്പോർട്ടിങ്ങിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾക്ക് ഈ പരിപാടികളിലൂടെ നമുക്ക് ഒരുപാട് പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്. സോ ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. ഇതാണ് നമ്മുടെ വാഴപ്പിണ്ടി കൊണ്ടാട്ടം, ബനാന സ്റ്റെം ഫ്രൈസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വാഴപ്പിണ്ടി ഒന്ന് വേവിച്ചിട്ട് അരിപ്പൊടിയും കൂടെ കൂട്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അത്യാവശ്യം വേണ്ട സ്പൈസസും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് റോ ആയിട്ടാണ്, ഇത് നമ്മൾ റോ ചെയ്തേക്കാണ്. അതിൻ്റെ ഫ്രൈ ചെയ്ത ഐറ്റമാണ്. ഇതിങ്ങനെയാണ് ഫ്രൈ ചെയ്തത്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. ഇതാണ് നമ്പർ 1 പ്രോഡക്റ്റ്. മറ്റൊന്ന് ജാക്ക് ഫ്രൂട്ട് പുട്ടുപൊടി, പച്ചച്ചക്ക പൊടിച്ചിട്ട് സ്റ്റീം ചെയ്ത പുട്ടുപൊടിയുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് ഇറക്കുന്നത്. നമുക്ക് നോർമൽ വാട്ടറും ഉപ്പും കൂടെ ചേർത്ത് ഇത് ചെയ്താൽ പുട്ടുണ്ടാക്കാം നമുക്ക്. അതിന് നല്ലതാണ്. ഷുഗർ പേഷ്യൻ്റൊക്കെ നല്ലൊരു പ്രോഡക്റ്റാണ്. നല്ല സോഫ്റ്റുമാണ്. അതുപോലെ ചങ്ങലം പരണ്ട എന്ന് വെച്ചാൽ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണ്. അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചട്നിപ്പൊടി ഉണ്ടാക്കുന്നത്. നോർമൽ ഇഡ്ഡലി ദോശയ്ക്കുള്ള ചട്നിപ്പൊടിയാണ്. അതിൻ്റെ കൂടെ ഈ പ്ലാന്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതും നല്ല ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ് നമ്മളുടെ ഇതാണ്. മറ്റൊരു പ്രവർത്തിച്ചാൽ നമ്മുടെ നന്നാറി സർബത്ത്. ഇതിൽ യാതൊരു പ്രിസർവേറ്റീവോ കളറോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നല്ല രീതിയിൽ തന്നെ നറുനീണ്ടിയ വേരും ഏലക്കയും ഷുഗറും ആണ് ഇതിന്. വേറെ പ്രിസർവേറ്റീവോ കളറോ ഇതിന് വേണ്ടിയാണില്ല. ഇത് നമുക്ക് നല്ല മൂവിങ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. എൻ്റെ പേര് മുഹമ്മദ് ഖദ്ദാഫി. ഞാൻ ഡയറക്ടറാണ് നൈൽ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ. നമ്മുടെ കമ്പനി എന്നുള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കമ്പനി വരുന്നത്. അടിമാലിക്ക് അടുത്ത് പത്താമേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ നമ്മുടെ മേജറായിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ്. സ്റ്റീംഡ് പുട്ടുപൊടി, അപ്പം, ആട്ട, റവ, മൈദ അങ്ങനത്തെ ഐറ്റംസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ 1985 മുതലുള്ള കമ്പനിയാണ്. നമ്മുടെ ഫാമിലി ബിസിനസ്സാണിത്. നമ്മുടെ ഗ്രാൻഡ് ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഗ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിരുന്ന കമ്പനി എൻ്റെ ഇപ്പോൾ 3rd ജനറേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 3rd ജനറേഷൻ നിൽക്കുമ്പോഴേക്കും നമ്മൾ
ഈ ഒരു ലെവലിൽ നമുക്ക് പ്രോഡക്റ്റ് ലിസ്റ്റ് ഒരു അറൗണ്ട് ഒരു 60 പ്രോഡക്റ്റ് ലിസ്റ്റിൽ നമ്മളിപ്പോൾ വന്ന് നിൽക്കുകയാണ്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു മില്ലായിരുന്നു, അതായത് ഈ നെല്ല് കുത്തുന്നതും അതേപോലെ തന്നെ കാപ്പി കുത്തുന്നതായിട്ടുള്ള മില്ലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഒരു 95-96 ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ റൈസിലേക്ക് വരും. അതിനുശേഷമാണ് നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് കയറി വരുന്നത്. അതിനുശേഷം എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം ഒരു 2016-17 ആ ഒരു ടൈമിലാണ് നമ്മൾ സെക്കൻഡ് ലൈൻ ആ ഒരു മാർക്കറ്റിംഗ് ലെവലിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പുതിയതായിട്ട് കുറേ മാർക്കറ്റിലേക്ക്, അതായത് നമ്മൾ ഇടുക്കിയിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡായിരുന്നു. അതിനുശേഷം നമ്മൾ സെൻട്രൽ കേരള എന്നുള്ള രീതിയിൽ എറണാകുളം, കോട്ടയം ആ റീജിയനിലേക്ക് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇങ്ങനെയുള്ള ഈ പിന്നെ വ്യവസായ വകുപ്പ് വച്ചേക്കുന്ന ഒരു പ്രോഗ്രാമിന് വരികയും അതിൽ നിന്നുകൂടെ നമുക്കൊരു എക്സ്പോർട്ടറെ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്യുകയാണ്. 2018 ആ ഒരു ടൈമിലാണ് നമ്മൾ എക്സ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്തതെന്നുള്ളത് നെസ്റ്റോയ്ക്കാണ്. നെസ്റ്റോ GCCയിലേക്കാണ് നമ്മൾ ആദ്യം ചെയ്തത്. അങ്ങനെ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഓൾ കേരള നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ സെൻട്രൽ കേരളയിലായിട്ടുള്ള ഇടുക്കിയിൽ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്, ഡയറക്റ്റ് വാൻ സെയിലാണ് നമുക്ക് വരുന്നത്. അത് കൂടാതെ നമ്മുടെ കോട്ടയം പെരിഫറിയിലും അതേപോലെ തന്നെ എറണാകുളം പെരിഫറിയിലും നമ്മൾ ഡയറക്റ്റ് വാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അത് ബാക്കിയുള്ള ജില്ലകളിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾ കേരള കൂടാതെ നമ്മൾ ഇന്ത്യയുടെ പാൻ ഇന്ത്യ സെറ്റപ്പിൽ നമ്മൾ തമിഴ്നാട്, കർണാടക സൈഡിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കറൻ്റ് സെയിൽസ് നമ്മൾ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ GCC ചെയ്യുന്നുണ്ട്, യൂറോപ്പ് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയ ചെയ്യുന്നുണ്ട്, UK ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പിൻ്റെ അണ്ടറിൽ നടന്ന ട്രേഡെക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നിന്ന് നമുക്കൊരു US ബയർ ആയിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് നമ്മൾ US-ലേക്കും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ ഓൺ ബ്രാൻഡ് കൂടാതെ നമ്മൾ പ്രൈവറ്റ് ലേബലിംഗ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ബ്രാൻഡ്സ് അവരുടെ ബ്രാൻഡിൽ ചെയ്തു കൊടുക്കുന്ന ഒരു സ്കീം കൂടെ നമ്മളുണ്ട്. നമ്മുടെ ഫാസ്റ്റ് മൂവിങ്ങിൻ്റെ പ്രൈം പ്രോഡക്റ്റ് എന്നുള്ളത് നമ്മുടെ സ്റ്റീംഡ് പുട്ടുപൊടി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ മലയാളികളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ പുട്ടുപൊടി എന്നുള്ളത്. അതായത് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ടോപ്പ് സെല്ലിങ്ങിൽ നിൽക്കുന്നതാണ് നമ്മുടെ സ്റ്റീംഡ് പുട്ടുപൊടി എന്നുള്ളത്. എക്സ്പോർട്ടിങ്ങിനാണെങ്കിലും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സ്റ്റീംഡ് പുട്ടുപൊടി എന്നുള്ളത്. ഇത് ഞങ്ങൾ അറ്റ്മോസ്റ്റിക് ക്വാളിറ്റിയിലും അതേപോലെ തന്നെ അറ്റ്മോസ്റ്റ് കെയറിലുമാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടൈം മുതലുള്ള, അതായത് പ്രിക്വയറിങ് ദ റോ മെറ്റീരിയൽസ് ആ സൈഡ് മുതൽ നമ്മൾ വളരെയധികം കെയർ കൊടുത്തിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു ടൈപ്പിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി നമ്മൾ പ്ലാൻ ചെയ്ത് ഇറക്കിയിട്ടുള്ള പ്രൊഡക്ട്സാണ് റോസ്റ്റഡ് റാഗി പൗഡർ. ഇത് മില്ലറ്റ്സ് ആഡ് ഓൺ പ്രൊഡക്റ്റ് ആണ്. ഇപ്പോഴുള്ള കറണ്ട് ജനറേഷൻ്റെ ഒരു സ്ട്രാറ്റജി നമുക്കറിയാം. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തിരിഞ്ഞേക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് പല പല രോഗങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ അതേപോലെ തന്നെ ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വളരെയധികം താല്പര്യപ്പെടുകയാണ്. അങ്ങനെ ഒരു ആലോചനയിൽ നമ്മൾ ഇറക്കിയ മില്ലറ്റ്സിൻ്റെ ഓരോരോ പ്രോഡക്റ്റ്സ് ആണിത്. അതായത് ഇത് നമ്മുടെ റോസ്റ്റഡ് റാഗി പൗഡർ, ഇതിൻ്റെ റാഗി പുട്ട്, അങ്ങനെയുള്ള മില്ലറ്റ്സിൻ്റെ പല വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കറൻ്റ്ലി മക്കാന വെച്ചിട്ടുള്ള പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിനാണ്. അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വളരെയധികം അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പദ്ധതികളും അതിൻ്റെ R&D ഡെവലപ്മെൻറ്റും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വേറൊരു സെഗ്മെൻ്റൽ പ്രോഡക്റ്റ് എന്നുള്ളത് പിക്കിൾസിൽ വരുന്ന നമുക്കിപ്പോൾ വെജ് പിക്കിൾസ് ആണ് വരുന്നത്. അതിൽ ഇത് ലെമൺ പിക്കിളാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയും മാനുഫാക്ചറിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനും അറ്റ്മോസ്ഫിയറും അതേപോലെ തന്നെ അതിൻ്റെ റോ മെറ്റീരിയൽ പ്രിക്വയറിംഗ് എന്നുള്ളതും നമ്മൾ അറ്റ്മോസ്ഫിയറിലും ക്വാളിറ്റിയിലുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മളിത് ഡൊമസ്റ്റിക്കിലും അതേപോലെ തന്നെ എക്സ്പോർട്ടിലും നമ്മൾ സെയിൽ എടുക്കുന്നുണ്ട്. എൻ്റെ പേര് ലിസി ജെയിംസ്. അഞ്ചുതറ ഫുഡ് പ്രോഡക്ട്സ്, ചേർത്തല പൂച്ചാക്കൽ എന്ന് പറയും ഞങ്ങളുടെ സ്ഥലം. ഓൾമോസ്റ്റ് 92 തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാ സർട്ടിഫിക്കേഷൻസും യൂറോപ്യൻ യൂണിയൻ അപ്രൂവലും മുതൽ US FDA രജിസ്ട്രേഷൻ, ISO ഹാസപ്പ് എല്ലാ സർട്ടിഫിക്കേഷൻസും ഉണ്ട്.
UK ഒരു കണ്ടെയ്നറാണ് ഇപ്പോൾ നമ്മൾ ഫുൾ നോൺ വെജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലും കൂടുതൽ നോൺ വെജ് പ്രോഡക്ട്സ് ഒത്തിരി വെറൈറ്റികളുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ എക്സ്പോർട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലത്തെ എക്സിബിഷൻസിലും ഓൾമോസ്റ്റ് 100 and above വെറൈറ്റീസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇൻഡസ്ട്രീസ് ഇപ്പം ഈ എക്സ്പോയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഒത്തിരി ഫിഷിൻ്റെ ഐറ്റങ്ങൾ റെഡി ടു ഈറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഫ്രൈഡ് ഫിഷ് വിത്ത് വെജിറ്റബിൾസ് ലൈക്ക് ഞങ്ങളുടെ സിഗ്നേച്ചർ പ്രോഡക്റ്റാണ് കാന്താരി മാങ്ങ ചമ്മന്തി. കഞ്ഞി കഴിക്കണമെങ്കിൽ എല്ലാ വെജും നോൺ വെജും ചട്നീസ് നമുക്ക് ടേബിളിൽ വെക്കാൻ ഞങ്ങളുടെ കയ്യിൽ റെഡിയാണ്. പ്രോൺ ചട്നി പൗഡർ, ഫിഷ് ചട്നി, ഫ്രൈഡ് ഫിഷസ് ലൈക്ക് റോസ്റ്റഡ് പ്രോൺ, സ്ക്യൂഡ്, അങ്ങനത്തെ വെറൈറ്റി പിക്കിൾസ്, ക്ലാം എല്ലാം നമുക്കുണ്ട്. അതുപോലെ തന്നെ കോക്കനട്ട് ചട്നി പൗഡർ, വേപ്പിലക്കട്ടി ചമ്മന്തി, കോക്കനട്ട് ചട്നി പൗഡർ എന്ന് പറയും. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വെർജിൻ ഓയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റ് വെർജിൻ ഓയിലിൻ്റെ വിലയേക്കാളും ഏകദേശം 50% താഴ്ത്തി നമുക്ക് ഈ വെർജിൻ ഓയിൽ കൊടുക്കാൻ പറ്റും. ഇതും ഞങ്ങളുടെ ഇപ്പോൾ ഒരു പ്രോഡക്റ്റാണ്. ബൾക്ക് ഓർഡേഴ്സ് കേറ്ററിംഗുകാർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ലുലുവിനൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. കോൺട്രാക്ട് മാനുഫാക്ചേഴ്സാണ്. ലേബിളിംഗ് കോർപ്പറേറ്റ് കമ്പനീസിനുള്ള ലേബിളിങ്സ് നമ്മളുടെ ഒരു മെയിൻ കാര്യമാണ്. പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ അടുത്ത ജനറേഷനിലേക്ക് വന്നപ്പോഴാണ് അത് അത്തരം സോഷ്യൽ മീഡിയ ആക്സസ് ആയത്. ചില്ലി ചട്നി വിത്ത് ഓണിയൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൽ തന്നെ ക്രഷ്ഡ് അതായത് ഉണക്കമുളക്, ഉള്ളി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റിൽ ഞങ്ങൾ ചെമ്മീനോ മീനോ ചേർത്ത് ഇത് നോൺ വെജ് ആയിട്ടും ക്രഷ്ഡ് ചില്ലി വിത്ത് പ്രോൺ വിത്ത് ഫിഷ് അങ്ങനെ പല പ്രോഡക്റ്റ് ആകാറുണ്ട്. വിത്ത് ഓണിയൻ പ്യുവർ വെജിറ്റേറിയൻസിന് വിത്ത് ഓണിയൻ മാത്രമായിട്ടുള്ളത് ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ കാന്താരി മാങ്ങ ചമ്മന്തി. ഇന്നിപ്പോൾ ഈ സെയിലിന് വന്നിട്ട് ഏറ്റവും കൂടുതൽ പോയതും ഈ 4 പ്രോഡക്റ്റ്സാണ്. ഞങ്ങൾ അച്ചാറ് എല്ലാവർക്കും ഉള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇത്തരം ചമ്മന്തികളിലേക്ക് നമുക്ക് ഒരുമാതിരി സെയിലുണ്ടായിരുന്നു. എൻ്റെ പേര് സഫീർ. ഞാൻ കരുനാഗപ്പള്ളിയാണ്, കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ തഴവയിലാണ് എൻ്റെ സ്ഥാപനമുള്ളത്. ഞാൻ 1997 ഈ സ്ഥാപനം തുടങ്ങുന്നത്. സ്റ്റാർ മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങുന്നത്. അപ്പം നമ്മൾ ആദ്യം ഞാനൊരു സിപ്പപ്പിലാണ് തുടങ്ങിയത്. പിന്നീട് പിന്നെ തൈര്, സംഭാരം, സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെ കുറേ ഐറ്റം ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ 2016 ഐസ്ക്രീം തുടങ്ങി. ഐസ്ക്രീം തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ പാഷൻ ഫ്രൂട്ട് ഞാൻ തന്നെ നമ്മൾ കൃഷി ചെയ്ത് അതിനകത്തു നിന്നുള്ള എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് 100% നാച്ചുറലായിട്ട് ഓർഗാനിക് ഐസ്ക്രീം പറയുന്നത് കേരളത്തിൽ ഞാൻ തന്നെയാണ് ചെയ്തു തുടങ്ങിയെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഐസ്ക്രീമിൽ പാഷൻ ഫ്രൂട്ടിലാണ് നമ്മൾ തുടങ്ങുന്നത്. അത് തുടങ്ങി അത് ഒരു സക്സസ് ആയി എന്ന് തോന്നിയപ്പോൾ നമ്മൾ ഓരോ ഐറ്റം, കരിക്ക്, മാങ്ങ, ചക്ക, സ്ട്രോബെറി, അങ്ങനെ പഴങ്ങളിൽ നിന്നുള്ള ഏറെക്കുറെ എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്ത് തുടങ്ങിയാണ്. ഞങ്ങൾ 2019 മുതൽ ഇങ്ങോട്ട് അഗ്രോ ഫുഡ് ഫെസ്റ്റ് നടക്കുന്ന എല്ലാ വേദികളിലും നമുക്ക് വ്യവസായ വകുപ്പിൻ്റെ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിലെ കാർഷിക വിളകളിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനവും പ്രദർശനമാണല്ലോ ഈ നടക്കുന്നത്. അപ്പം അതിൽ നമുക്കത് ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഒരു വലിയ അംഗീകാരമായിട്ട് കണക്കുകൂട്ടിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിൽ ഒരുപാട് കമ്പനികൾ, ഐസ്ക്രീം കമ്പനികളുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം തന്നെ ഇവിടെ നമ്മുടെ ഈ അഗ്രോ ഫുഡ് ഫെസ്റ്റിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ വേറെ ഐസ്ക്രീം കമ്പനി ഏതുണ്ട്, എങ്ങനെയുണ്ടെന്നുള്ളത്. കാര്യം കേരളത്തിൽ നല്ല രീതിയിൽ നമ്മൾ 100% ജെന്യുവിനായിട്ടും ഫ്രൂട്ട്സിൽ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീമാണ്. നമ്മൾ മറ്റ് ഫ്ലേവറുകളോ കളറുകളോ ഒന്നും ചേർക്കാതെ അതേപടി, അതായത് ആ ഫ്ലേവറിൻ്റെ ആ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നമുക്കൊരു അംഗീകാരം കിട്ടി. അതൊരു അംഗീകാരമായിട്ടാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഇത് പാഷൻ ഫ്രൂട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ, അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ എല്ലാം വീടിൻ്റെ മുകളിൽ നമ്മൾ പാഷൻ ഫ്രൂട്ട് പടത്തിയിട്ട് തഴന്ന് വളർത്തിക്കൊണ്ടുവന്ന്
മേളിൽ പടത്തി കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള പാഷൻ ഫ്രൂട്ട് എടുത്ത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്ത് ചെയ്യുന്ന ഐസ്ക്രീമാണ് പാഷൻ ഫ്രൂട്ട്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ കരിക്ക്, ഇത് നമ്മൾ ഗവേഷണത്തിൽ നിന്ന് ഉള്ള കരിക്ക് എടുത്തിട്ട് അതിൻ്റെ പൾപ്പാക്കി ആ പൾപ്പ് ആഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഐസ്ക്രീമാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഫ്രൂട്ട്സുകളും, ഇത് മാംഗോ നമ്മൾ ഇത് സീസൺ ടൈമിലേ കാണത്തുള്ളൂ. നമുക്ക് ഒരു വിളഞ്ഞ മാങ്ങ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ അത് പഴുപ്പിച്ച് എടുത്ത് അതിൻ്റെ പൾപ്പ് ഉണ്ടാക്കിയിട്ട് അത് ചെയ്യുന്നത്. ആ പൾപ്പ് തീരുന്ന വരെയുള്ള പ്രോഡക്റ്റ് ഇത് മാംഗോയുടെ കാണത്തുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഗ്രേപ്പ് നമ്മൾ മുന്തിരി വാങ്ങിയിട്ട് അത് പുഴുങ്ങി അതിൻ്റെ പൾപ്പ് ഉണ്ടാക്കി അത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. പിസ്ത നമ്മൾ ഗ്രീൻ പിസ്ത വാങ്ങിച്ചിട്ട് അത് അരച്ച് ആഡ് ചെയ്യുക. പിസ്തയുടെ ഫ്ലേവർ അല്ല ആഡ് ചെയ്യുന്നത്, ഗ്രീൻ പിസ്ത അരച്ചിട്ട് അതാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ പിസ്തായ്ക്ക് എന്ന് പറയുമ്പോൾ നാച്ചുറൽ കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിസ്തായ്ക്ക് പച്ച കളർ വരുന്നതിന് വേണ്ടി നാച്ചുറൽ കളർ അവൈലബിൾ ആയതുകൊണ്ട് സ്ട്രോബെറി ഇറക്കുന്നുണ്ട്. സ്ട്രോബെറിയുടെ പൾപ്പ് പഴം വാങ്ങിയിട്ട് പൾപ്പ് ഉണ്ടാക്കി അത് അങ്ങനെ ചെയ്യും. ഞാൻ ശിവാജി ആചാര്യ. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ന്യൂട്രിയൻ്റ് നെസ്റ്റ്. ഞാൻ മില്ലറ്റ്സിൻ്റെ ഹെൽത്ത് പ്രൊഡക്റ്റാണ് ചെയ്യുന്നത്. മില്ലറ്റ് നമ്മൾ ബൾക്കായിട്ട് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് വാഷ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കഞ്ഞി കിറ്റ്, ഹെൽത്ത് മിക്സ്, ABC പൗഡർ, അങ്ങനെയുള്ള പല പല പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എന്നിവ ഉള്ളവർ നമ്മുടെ കഞ്ഞി കിറ്റ് കഞ്ഞി കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് 20 ദിവസത്തെ കോഴ്സാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. 20 ദിവസം. ആ 20 ദിവസം കൊണ്ട് അവർ കഴിക്കുന്ന മെഡിസിൻ്റെ ഡോസ് കുറച്ച് ഡോക്ടർ കൊടുത്തിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മില്ലറ്റ് 6 പോസിറ്റീവ് മില്ലറ്റ് ഉണ്ട്, 6 അരികളും ഉണ്ട്. 6 അരി എന്ന് പറഞ്ഞാൽ കട്ടിയാനം, രക്തശാലി, പൂങ്കർ റൈസ്, ഞവര, ബ്ലാക്ക് റൈസ്, അങ്ങനെയുള്ള റൈസുകളുണ്ട്. മറ്റത് തെന, ചോളം, കമ്പ്, വരക്, കുതിരവാലി, കിനോവ, ചാമ, അങ്ങനെയുള്ള ഐറ്റംസും കൂടെ കൂടിയുള്ള 6-12 കൂട്ടമാണ്. അത് കഴിച്ചാൽ മാത്രം മതി നമുക്ക്. അപ്പോൾ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് അത് മാറിക്കിട്ടും. കൂടാതെ നമ്മളൊരു ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഈ 6 പോസിറ്റീവ് മില്ലറ്റ് കൂടാതെ 6 അരിയും കൂടാതെ നമ്മൾ എല്ലാ ധാന്യങ്ങളും, നവധാന്യങ്ങളെല്ലാം ചേർക്കുന്നുണ്ട്. പയറ്, ചെറുപയർ, വൻപയർ, കടല, മുതിര, അങ്ങനെയുള്ള സാധനങ്ങൾ, ഉലുവ, അതെല്ലാം ചേർത്തിട്ടുള്ള ഇതും. അതിനകത്ത് ബദാം, പിസ്ത, കാഷ്യൂ, വാൽനട്ട്, മക്കാന, പംകിൻ സീഡ്, ആ സാധനങ്ങൾ വറുത്ത് പൊടിച്ച് ചേർക്കും. കൂടാതെ അതിനകത്ത് സീഡുകളെല്ലാം ചേർക്കും. ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, അതെല്ലാം ചേർത്ത് അതൊരു കോംബോയാണ്. ആ കോംബോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡൈജഷൻ ആയിരിക്കും. കൂടാതെ നല്ല സ്ലീപ്പിങ്, നന്നായിട്ട് ഉറക്കം കിട്ടും. നമ്മുടെ ഫുൾ എനർജി ആയിരിക്കും. നമ്മുടെ ഷുഗർ, കൊളസ്ട്രോളോ പ്രഷറോ ആയിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൻ്റെ വളരെ ഉത്തമമായ രീതിയിൽ പ്രയോജനപ്പെടുന്നതാണ്. അതിന് മരുന്ന് കഴിക്കുന്നവർക്കും മരുന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം, ഡോസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. അത് 1 മാസത്തെ കോഴ്സായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് കഴിക്കുക. നമുക്ക് മറ്റേ ഇപ്പോഴത്തെ ആൾക്കാർ വ്യായാമം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ നടക്കുമ്പോൾ പിടിക്കുമ്പോൾ കിതപ്പൊക്കെ വരികയാണെങ്കിൽ ആ കിതപ്പെല്ലാം മാറുക, മരയിപ്പ്, കോച്ചിപ്പിടുത്തം, അങ്ങനെയുള്ള ഇത് മാറുക, നല്ല മറ്റേ എനർജി ആയിട്ടിരിക്കുക, ഡൈജഷൻ നല്ല ക്ലിയർ ആയിരിക്കും. ഇന്ന് കഴിച്ച ആഹാരം നാളെ നമ്മുടെ വയറ്റിൽ നിന്നും പോയിരിക്കണം. അത് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ കിടക്കാൻ പാടില്ല. അത് കിടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് രോഗം വരും. അപ്പോൾ അത് പാടില്ല. പിന്നെ നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഉറക്കം നല്ല ക്ലിയർ ആയിട്ട് വരിക. അങ്ങനെയുള്ള ഹെൽത്ത് പ്രൊഡക്റ്റുകളാണ്. ചായപ്പൊടി ഉണ്ട്, അത് ന്യൂട്രീഷൻ നെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ടീ ആണ്. അത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വരാനുള്ള സാധനം. പിന്നെ ABC പൗഡർ ഉണ്ടാക്കുന്നതാണ്. ആപ്പിള്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, അത് സമാസമം എടുത്തിട്ട് അത് ഇക്വലൻ്റ് ആയിട്ടുള്ള പോർഷനായിരിക്കും. 1 കിലോ ആണെങ്കിൽ 1 കിലോ ആപ്പിള്, 1 കിലോ ബദാം, 1 കിലോ 1 കിലോ ആപ്പിള്, 1 കിലോ ബീറ്റ്റൂട്ട്, 1 കിലോ ക്യാരറ്റ്. അത് ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മൾ ബൾക്കായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 50 കിലോയുടെ വെച്ചാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞ് അത് ഡ്രൈ ചെയ്ത് ഡീഹൈഡ്രേറ്റിൽ വെച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, നമ്മൾ നാച്ചുറലായിട്ട് ഉണക്കുന്നുണ്ട്, കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 10-15 കിലോ ആയിരിക്കാം ഉണങ്ങിയ സാധനം. അതിനകത്ത് നമ്മൾ 1 കിലോ ബദാമും, പിസ്തയും, കാഷ്യൂ, വാൽനട്ട്, മക്കാന, പിന്നെ നമ്മുടെ പംകിൻ സീഡ്, ഇത്രയും നമ്മൾ ചേർത്ത് അതും വറുത്തതിനകത്തിട്ട് പൊടിച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കും.
ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റും കൂടെ നല്ല ടേസ്റ്റാണ്. നല്ല സ്കിന്ന് നല്ല കളർ വെക്കാനും ബ്ലഡ് നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കാനും പ്രഗ്നൻ്റ് ആയ ലേഡികൾക്ക് അത് വളരെ ഉത്തമമാണ്. നല്ല പാലുൽപാദനം, കുട്ടികൾക്ക് നല്ല പാലുണ്ടാവും. ജനിക്കുന്ന കുട്ടി നല്ല ഓജസ്സോടുകൂടി ജനിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് നല്ല മെമ്മറി പവർ കിട്ടാനും അങ്ങനെയുള്ള ബോഡിക്ക് നല്ല എനർജി ആയിട്ട് അവർക്ക് വരുന്നതാണ് ABC പൗഡർ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ മില്ലറ്റ് കഞ്ഞിക്കിറ്റ്. ഇതിനകത്ത് നമ്മൾ തെന, ചോളം, കമ്പ്, വരക്, കുതിരവാലി, ചാമ, കിനോവ അങ്ങനെ മില്ലറ്റും 6 അരി, ബ്ലാക്ക് റൈസ്, കട്ടിയാനം, പൂങ്കർ റൈസ്, ഞവര, രക്തശാലി, പിന്നെ ബ്രൗൺ റൈസ്, ഇത്രയും റൈസാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നത്. ഇത് ഷുഗർ പേഷ്യൻറ്റിന് വളരെ ഉത്തമമാണ്. നല്ല രീതിയിൽ അവർക്ക് ഡൈജഷനും നല്ല ഉറക്കം കിട്ടാനും എനർജി കിട്ടാനും ഇത് നല്ലതാണ്. മരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. ഹെൽത്ത് മിക്സാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹെൽത്ത് മിക്സാണ്. ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നത് 6 പോസിറ്റീവ് മില്ലറ്റ് പ്ലസ് 6 അരികൾ, ഞാൻ ആദ്യം പറഞ്ഞ അരികൾ. അതുകൂടാതെ എല്ലാ നവധാന്യങ്ങളും, പയറ്, ചെറുപയറ്, വൻപയറ്, കടല, മുതിര അങ്ങനെയുള്ള സാധനങ്ങൾ, സീഡുകൾ, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ് അതെല്ലാം വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ബദാം, പിസ്ത, കാഷ്യൂ, വാൽനട്ട്, മക്കാന, അത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. ജീരകം, ഉലുവ, പെരിഞ്ജീരകം ഉണ്ടാവും, 2 ചെറിയ ജീരകം ഉണ്ടാവും, ഉലുവയുണ്ട്, അയമോദകം സ്വല്പം ചേർത്തിട്ടുണ്ട്, മേമ്പൊടിക്ക് കായം ചേർത്തിട്ടുണ്ട്. ഇത് നല്ല ഡൈജഷൻ വരുന്നതും എനർജി ബൂസ്റ്റ് ചെയ്യുന്നതും നല്ല ഗുഡ് സ്ലീപ്പ് കിട്ടുന്നതും, നമുക്ക് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഉള്ളവർ അവർക്ക് ആ ബുദ്ധിമുട്ടിൽ നിന്നും നല്ല രീതിയിലുള്ള അസുഖം മാറാനും ഇത് നല്ലതാണ്. മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതും കുറച്ചുകൊണ്ട് വരാം. ഇത് ഷുഗറും കൊളസ്ട്രോളും മാറി കിട്ടും. ഇത് നമ്മുടെ ABC പൗഡർ, ആപ്പിള്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്. ഇത് നമ്മൾ അതിൻ്റെ ഫോർമുല എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കിലോ ആപ്പിൾ ആണെങ്കിൽ 1 കിലോ ക്യാരറ്റ്, 1 കിലോ ബീറ്റ്റൂട്ട് അതിൻ്റെ ഫോർമുല. അതിനാണെങ്കിൽ 1 കിലോ ആണ് ആപ്പിളെങ്കിൽ 100 ഗ്രാമെങ്കിലും നമ്മൾ ബദാം ചേർക്കണം, 100 ഗ്രാം പിസ്ത ചേർക്കണം, 100 ഗ്രാം വാൽനട്ട് ചേർക്കണം, 100 ഗ്രാം മറ്റേ മക്കാന ചേർക്കണം, 100 ഗ്രാം പംകിൻ സീഡ് ചേർക്കണം. അങ്ങനെ ചേർത്തിട്ട് അതിനകത്ത് നമ്മൾ 25 ഗ്രാം, 100 ഗ്രാമിന് 25 ഗ്രാം ഏലക്കാപ്പൊടി, അതാണ് അതിൻ്റെ ഫോർമുല. ഇതെല്ലാം ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ഉണക്കി പൊടിച്ചേക്കണതാണിത്. ഇത് നമുക്ക് പാല് നല്ല രീതിയിൽ പ്രഗ്നൻ്റ് ലേഡി ആണെങ്കിൽ അവർക്ക് അത്യുത്തമമാണ്. ഇത് അവർക്ക് നല്ല ഓജസ് വരാനും നല്ല ബ്ലഡ് നല്ല രീതിയിൽ ബ്ലഡ് ഉൽപ്പാദിപ്പിക്കാനും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്താനും വിഷൻ നല്ല ക്ലിയർ ആയിരിക്കും. മെമ്മറി പവർ ഡിസോർഡറൊക്കെ ഉള്ളവർ, മെമ്മറി ഡിസോർഡർ ഉള്ളവർക്ക് ഇത് നല്ല ക്ലിയർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. കൂടാതെ കുട്ടികൾക്ക്, പെൺകുട്ടികളാണെങ്കിൽ അവരുടെ സ്കിന്ന് നല്ല ചാമിങ് സ്കിന്നായിട്ട് വരും. അപ്പോൾ കുറച്ച് കളർ വെക്കാനും എല്ലാത്തവർക്കും ഇത് എല്ലാത്തിനും നല്ല ഉത്തമമായ ഒരു പോഷകാഹാരമാണ് ABC മാൾട്ട്. എൻ്റെ ന്യൂട്രിയൻ്റ് നെസ്റ്റ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്.